ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു തേങ്ങയും മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തേങ്ങയും മിൽക്ക് മെയ്ഡും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ട്രേയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും മിൽക്ക് മെയ്ഡും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാം അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ 8 സ്ലൈസ് ബ്രെഡല്ല എടുത്തിരുന്നത്. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രഷ് മിൽക്ക് ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാലിൻ്റെ മിക്സ് നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്രെഡ് ഈ ഒരു പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് സോക്കാവണം. അപ്പോൾ ആ ഒരു അളവിലാട്ടോ ഞാനിവിടെ പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലുള്ള പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, പക്ഷേ പാഷൻ ഫ്രൂട്ടിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 പാക്കറ്റ് ഞാനിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലുള്ള പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വിപ്പിംഗ് പൗഡർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മിക്സിയിൽ ഇത് അടിച്ചെടുത്താലും മതി കേട്ടോ. മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ മിക്സിൻ്റെ ജാറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ പാലും വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിൽ ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു പൗഡറിൽ ഓൾറെഡി മധുരം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ക്രീം ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം. നിങ്ങൾ ഇതുവരെ ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലേക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ക്രീമും ബ്രെഡിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലിൻ്റെ മിക്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഹെർഷീസിൻ്റെ കാരമൽ സിറപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബദാം ഫ്ലേക്സ് ആട്ടോ. റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാം ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണിത്. ഇപ്പോൾ തേങ്ങയും ബ്രെഡും പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറും തേങ്ങേൻ്റെ ഒരു മിക്സൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കൂടെ ഒരു കാരമൽ സോസും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.